ഭാരതത്തിൽ നിന്നും നക്സലിസം സമ്പൂർണ്ണമായി തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശപഥമെടുത്തു. അത് നക്സലുകൾ കാരണം നാഥനില്ലാതെ പോയ കുടുംബങ്ങളാണ് ഈ ശപഥം. പറയുന്നത് പറയുകയും അത് ചെയ്ത് കാണിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അമിത്ഷാ എന്ന് രാജ്യത്തിന് മാത്രമല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. നക്സലിസത്തിൻ്റെ അവസാനത്തിന് കൃത്യമായ തീയതി വരെ കുറിച്ചാണ് അമിത്ഷായുടെ പ്രഖ്യാപനം. 2026 മാർച്ച് 31 നക്സലിസത്തിന് അന്ത്യം കുറിക്കുമെന്നും മാവോയിസ്റ്റുകൾ ആയുധമുപേക്ഷിച്ച് നിയമത്തിന് മുന്നിൽ അതിനു മുമ്പ് കീഴടങ്ങാൻ തയ്യാറാകണമെന്നും അമിത്ഷാ ആവശ്യപ്പെട്ടു. ഛത്തീസ്ഗഡിലെ നക്സൽ ആക്രമണത്തിൻ്റെ ഇരകളുമായാണ് ഡൽഹിയിൽ വെച്ച് അമിത്ഷാ കൂടിക്കാഴ്ച നടത്തിയതും നക്സലുകൾക്കെതിരെ ശപഥമെടുത്തതും. നക്സൽ ആക്രമണങ്ങളും അവരുടെ പ്രത്യയശാസ്ത്രവും രാജ്യത്തു നിന്നും തുടച്ചു നീക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പ്രഖ്യാപിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് താൻ ചെയ്യുന്നതെന്നും അമിത്ഷാ പറഞ്ഞു. രാജ്യത്ത് നക്സലിസത്തിൻ്റെ അവസാന ദിവസമായി 2026 മാർച്ച് 31 നിശ്ചയിച്ചു കഴിഞ്ഞു. ആ ദിനത്തിന് മുമ്പ് തന്നെ നക്സലിസത്തിന് അന്ത്യം കുറിക്കുമെന്ന് ഉറപ്പു നൽകുന്നതായും അമിത്ഷാ എടുത്തു പറഞ്ഞു. സുരക്ഷാ ഉദ്യോഗസ്ഥർ നിരവധി നക്സൽ വിരുദ്ധ ഓപ്പറേഷനുകളാണ് നടത്തിയത്. മാവോയിസ്റ്റുകൾക്കെതിരെ നിരവധി ഓപ്പറേഷനുകൾ വിജയകരമായി പൂർത്തിയാക്കാൻ അവർക്ക് സാധിച്ചു. ഇപ്പോൾ ഛത്തീസ്ഗഡിലെ 4 ജില്ലകളിൽ മാത്രമായി നക്സലിസം ഒതുങ്ങിയെന്നും അമിത്ഷാ എടുത്തു പറയുന്നു. നേപ്പാളിലെ പശുപതിനാഥ് മുതൽ തിരുപ്പതി വരെ ഒരു നക്സൽ ഇടനാഴി സ്ഥാപിക്കാൻ മാവോയിസ്റ്റുകൾ ഒരിക്കൽ പദ്ധതിയിട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ അതിനെ വേരോടെ തകർത്തു. അതുകൊണ്ട് തന്നെ ഇനി മാവോയിസ്റ്റുകൾക്കുള്ള ഡെഡ് ലൈനാണ് 2026 മാർച്ച് 31. ഏപ്രിൽ 1 നേരം പുലരുമ്പോൾ ഇന്ത്യയിൽ മാവോയിസ്റ്റുകൾ ഉണ്ടാകില്ലെന്നും അമിത്ഷാ ഈ കുടുംബങ്ങൾക്ക് ഉറപ്പ് നൽകി കഴിഞ്ഞു.